വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു 10-25 ലക്ഷം 50 ലക്ഷം ഒക്കെ പോയാൽ നമുക്ക് സഹിക്കാം. ഇനി 10 കോടി വരെ പോയാലും നമുക്ക് സഹിക്കാതെ വെക്കാം. 130 കോടി രൂപയും കളഞ്ഞ് 130 കോടി രൂപ എന്ന് പറയുന്നത് തീരുന്ന എമൗണ്ട് ഇവൻ്റെ പൈസ തീരുന്നതല്ല ഞാൻ പറയുന്നത്. ആദ്യം അയച്ച പൈസേനെ കുറിച്ചാണ് പറയുന്നത്. അതും പോയി, മെസ്സി ഇല്ല, മാനവും പോയി, എന്തിനീ പണിക്കിറങ്ങി എന്നുള്ള നിലയിൽ നിന്നാണ് നമ്മളിത് കയറി വരുന്നത്. സ്പോർട്സ് എന്ന് കേട്ടപ്പോൾ നമുക്കൊരു ആവേശം വരുമല്ലോ, പ്രത്യേകിച്ച് മെസ്സി അർജൻറ്റീന എന്നൊക്കെ പറയുമ്പോൾ. എല്ലാ മാധ്യമങ്ങളും പോലെ നമ്മളും ടെൻഷനായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്നേരം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മെസ്സി വരും എന്നുള്ളത്. പൈസ കൊടുത്ത് എല്ലാം നേടാമെന്ന് വിചാരിക്കുക വേണ്ട. പൈസ കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളാണ് 99.99%. 0.1% ചിലപ്പം പൈസ കൊടുത്താൽ കിട്ടുന്നുണ്ടാവുള്ളൂ. ഞാൻ ഈ അർജൻറ്റീന ടീമിൻ്റെ കാര്യത്തിലും അതാണ് വിചാരിക്കുന്നത്. പൈസ കൊടുത്ത് കിട്ടിയ സാധനം അല്ല അത്. ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഇവൻ്റായി ഈ പറഞ്ഞ കളി നടക്കുക, കേരളത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് വരില്ല എന്നെങ്കിലും പറഞ്ഞെങ്കിലും വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശം കൂടെ എങ്ങനെയും കൊണ്ടുവരണം എന്ന് പറയുമല്ലോ. എൻ്റെ മനസ്സിലുള്ള ഇന്നത്തെ ഒരു ആഗ്രഹം ഇൻ്റർ മിയാമി പോലെ ഒരു ക്ലബ്ബ് ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഏഷ്യനെറ്റ് പിന്നെ മെസ്സിനെ കൊണ്ടുവന്നാൽ ഞാൻ സന്തോഷത്തോടു കൂടി കാണും. 24 പോയി കണ്ടാൽ ഞാൻ സന്തോഷത്തോടു കൂടി കാണും. മനോരമ വന്ന് കൊടുത്താലും ഞാൻ സന്തോഷത്തോടു കൂടി കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. ഞാൻ വിചാരിക്കുന്നത് വിവാദങ്ങൾ ഇവിടെ വിടാനാണ് വിചാരിക്കുന്നത്. വിവാദം കൊണ്ടുനടക്കേണ്ട സമയമുണ്ട്. എല്ലാ കാലത്തും എല്ലാവരെയും നേതാവാക്കിയതും വലുതാക്കിയതും വിവാദങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഗംഭീര ടീമായിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് എതിര് മത്സരിക്കാൻ വരുന്നത് നാഷണൽ ടീമിനെ കൊണ്ടുവരാൻ, അത് ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാഷണൽ ടീമിനെ കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ചരിത്രമാണ്. എനിക്കതിനകത്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ മതി എന്ന് പറയാനുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ അത് എവിടെയും പോകില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും. എപ്പോഴും ഉണ്ടാകുന്നൊരു വിശ്വാസം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം എനിക്ക് എന്നും ഉണ്ട്. ഒരു 10 കളിക്കാരെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, വേണ്ട ഒരു കളിക്കാരെ ഉണ്ടാക്കിയാലും, ഒരു IM വിജയനെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, നമ്മളിത് വിജയിച്ചു എന്നുള്ളതാണ്.